Chapter 1 Introduction to Managerial Economics. ഈ ചാപ്റ്ററിൽ 8 മെയിൻ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണുള്ളത്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് ഈ 8 മെയിൻ ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. സോ ഇറ്റ് വിൽ മേക്ക് അവർ സ്റ്റഡി മച്ച് മോർ ഈസിയർ. ഓക്കെ, നോക്കൂ, ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഇക്കണോമിക്സ്. നമ്മളുടെ ടോപ്പിക് മാനേജീരിയൽ ഇക്കണോമിക്സ് ആണ്. മാനേജീരിയൽ ഇക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ബേസിക്കലി എന്ത് മനസ്സിലാക്കണം? വാട്ട് ഇസ് ഇക്കണോമിക്സ്? ഓക്കെ, സോ ഒബ്വിയസ്ലി ഫസ്റ്റ് ടോപ്പിക് എന്താണ്? മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് ഇക്കണോമിക്സ്. സോ അണ്ടർ ദിസ് ടോപ്പിക് നമ്മൾ 4 സബ് ടോപ്പിക്സ് പഠിക്കുന്നു. വെൽത്ത് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്, വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്, സ്കാർസിറ്റി ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. ഓക്കെ, സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇസ് ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സിനെ മെയിൻലി 2ആയി തരംതിരിച്ചിരിക്കുന്നു: മാക്രോ ഇക്കണോമിക്സ് ആൻഡ് മൈക്രോ ഇക്കണോമിക്സ്. ആൻഡ് what are the various difference between macro and micro economics. Okay, so first എന്തായിരുന്നു? മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. സെക്കൻഡ് വൺ ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇക്കണോമിക്സ്. ഓക്കെ, തേർഡ് വൺ we are coming to the subject matter of this chapter, which is none other than managerial economics. So third important concept എന്താണ്? Managerial economics. Managerial economicsന്റെ meaning and definition, characteristics, scope, objectives, uses or importance of managerial economics. Then fourth one is difference between pure economics and managerial economics. Okay, so നമ്മൾ ഡീറ്റെയിൽ കവർ ചെയ്യും ചാപ്റ്ററിൽ. സോ നൗ ജസ്റ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി. സോ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് വിൽ മേക്ക് ദ അപ്കമിങ് പ്രൊസീജിയർ ഓഫ് സ്റ്റഡി മച്ച് ഈസിയർ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, ഫിഫ്ത്ത് മെയിൻ ടോപ്പിക് നോക്കൂ. റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ് വിത്ത് അതർ ബ്രാഞ്ചസ്. മറ്റ് ഏരിയ ഓഫ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബ്രാഞ്ചസുമായിട്ട് മാനേജീരിയൽ ഇക്കണോമിക്സ് എന്നുള്ള ശാഖ, ദാറ്റ് ബ്രാഞ്ച്, that area, how it is related. So ഏതൊക്കെ ബ്രാഞ്ചസ് ആണ്? മാക്രോ ഇക്കണോമിക്സ് ഓർ മൈക്രോ ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഓപ്പറേഷൻസ് റിസർച്ച്, അക്കൗണ്ടിങ്. സോ ഇത്രയും ബ്രാഞ്ചസുമായി എങ്ങനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിരിക്കുന്നത്? ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി as the fifth topic. സിക്സ്ത് വൺ നോക്കൂ. ബേസിക് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ്, തിയറീസ് ഓർ ടൂൾസ് ഇൻ മാനേജീരിയൽ ഇക്കണോമിക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക് ഫ്രം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. ഓക്കെ, 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്, ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ. ഓക്കെ, സെവൻത്ത് വൺ ഇസ് റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ ഇക്കണോമിസ്റ്റ്സ്. റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ ഇക്കണോമിസ്റ്റ്. ഒരു മാനേജീരിയൽ ഇക്കണോമിസ്റ്റിൻ്റെ റോൾസ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ഓക്കെ, ദെൻ എയ്ത്ത് വൺ ആൻഡ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്, സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോർവേഡ് പ്ലാനിങ്. വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം വി ആർ മൂവിങ് ടു ടോപ്പിക് 1. എന്താണ് ടോപ്പിക് 1? മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. The word economics has been derived from the Greek word oikonomia, which means managing a household with limited resources. So economics എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡായ ഓയിക്കണോമിയ എന്നുള്ള വേർഡിൽ നിന്നാണ്. സോ എന്താണ് ഓയിക്കണോമിയ മീൻസ്? ഇറ്റ് മീൻസ് മാനേജിങ് എ ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. ഹൗസ് ഹോൾഡ് മീൻസ് എന്താണ്? ഒരു വീട്, ഒരു കുടുംബം, അല്ലേ? വിച്ച് ഈസ് ദ ഏറ്റവും ചെറിയ എക്കണോമിക് യൂണിറ്റാണ് ഒരു വീട്, അതല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. സോ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട്, ഓക്കെ, ലിമിറ്റഡ് ആയ റിസോഴ്സ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഹൗസ് ഹോൾഡിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ള ആ അർത്ഥം വരുന്ന ഒയിക്കണോമിയ എന്നുള്ള വാക്കിൽ നിന്നാണ് എന്ത് വന്നത്? ഇക്കണോമിക്സ് എന്നുള്ള ടേം ഡിറൈവ് ചെയ്തത്. ഓക്കെ, സോ ഏർലിയസ്റ്റ് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് എന്താണ്? ഇക്കണോമിക്സ് ഈസ് എ സബ്ജക്റ്റ് ഡീലിംഗ് വിത്ത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂന്ന് എന്ത് ചെയ്യുക? 2 കാര്യങ്ങൾ ആലോചിക്കുക. ഇക്കണോമിക്സ് മീൻസ് ഒയിക്കണോമിയ, വിച്ച് മീൻസ്
household management. Okay, then economics is a social science. ഇക്കണോമിക്സിനെ ഒരു സോഷ്യൽ സയൻസ് ആണ് എന്ന് പറയുന്നു. വൈ? സോ ഇക്കണോമിക്സ് സോഷ്യൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് മാൻകൈൻഡ് ആൻഡ് സൊസൈറ്റി. സൊസൈറ്റിയെക്കുറിച്ച് അതല്ലെങ്കിൽ അതിൽ മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? ഇക്കണോമിക്സ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് സോഷ്യൽ. അതുകൊണ്ടാണ് ഇതിനെ സോഷ്യൽ എന്ന് പറയുന്നത്. ദെൻ സയൻസ് ആണ് എക്കണോമിക്സ് എന്ന് പറയാൻ കാരണം എന്താ? ഇറ്റ് സ്റ്റഡീസ് ദ സോഷ്യൽ പ്രോബ്ലം ഫ്രം എ സയൻറ്റിഫിക് വ്യൂ പോയിൻറ്റ്. അതായത് പ്രോബ്ലം ഓഫ് ചോയ്സ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ വാണ്ട്സ് അതല്ലെങ്കിൽ നമ്മുടെ നീഡ്സ് എന്താണ്? ദാറ്റ് ഈസ് അൺലിമിറ്റഡ്. പക്ഷേ ദ റിസോഴ്സസ് അല്ലേ, നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദീസ് വാണ്ട്സ് ഓർ നീഡ്സ് ആർ ലിമിറ്റഡ്. സോ അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും? ചൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കയ്യിലുള്ള പണം എന്താണ്? ദാറ്റ് ഈസ് എ റിസോഴ്സ് അല്ലേ? മണി ഈസ് എ റിസോഴ്സ്. അത് വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ നമുക്ക് അതുകൊണ്ട് ചെയ്യാനുള്ള നീഡ്സ് അതല്ലെങ്കിൽ നമ്മുടെ ഡിസയേഴ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്? വളരെ അൺലിമിറ്റഡ് ആണ്. സോ എപ്പോഴും നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് ചില കാര്യങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ഏറ്റവും അർജൻറ്റായതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുമായ കാര്യം തിരഞ്ഞെടുക്കേണ്ടി വരും. സോ ദർ ഈസ് എ പ്രോബ്ലം ഓഫ് ചോയ്സ് അല്ലേ? സോ ദർ ഈസ് എ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഓക്കെ, സോ ഈ പ്രോബ്ലം ഓഫ് ചോയ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക്കലി പഠിക്കുന്ന ഒരു ശാഖയാണ് എന്ത്? ഇക്കണോമിക്സ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ സയൻസ്. ഓക്കെ, സോ കമ്പൈനിങ് ദീസ് ടു, ഇക്കണോമിക്സ് ഇസ് നോൺ ആസ് എ സോഷ്യൽ സയൻസ്. കിട്ടിയോ? ഓക്കെ, സോ എക്കണോമിക്സ് എന്താണ്? ഇക്കണോമിക്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഒയ്ക്കണോമിയ വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. ദെൻ ഇക്കണോമിക്സ് ഈസ് എ സോഷ്യൽ സയൻസ്. സോഷ്യൽ എന്ന് പറയുന്നത് എന്താ കാരണം? ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് സൊസൈറ്റി. സൊസൈറ്റി മീൻസ് മാൻകൈൻഡ്. നമ്മൾ മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്നതാണ് എക്കണോമിക്സ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ സയൻസ്. കാരണം ഒരു സയൻറ്റിഫിക് വ്യൂ പോയിന്റിൽ നിന്നും ഒരു സോഷ്യൽ പ്രോബ്ലത്തിന്, എന്താ സോഷ്യൽ പ്രോബ്ലം? ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് ചോയ്സ്. ഓക്കെ, ബിക്കോസ് എന്താണ്? നമ്മുടെ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. സോ ആ ഒരു പ്രോബ്ലം ഓഫ് ചോയ്സിനെ ഒരു സയൻറ്റിഫിക് വ്യൂ പോയിന്റിൽ നിന്നും പഠിക്കുന്ന ശാഖയായതുകൊണ്ട് തന്നെ എക്കണോമിക്സ് എന്താണ്? ഒരു സയൻസ് കൂടിയാണ്. സോ കമ്പൈനിങ് both, okay, you can tell that economics is a social science, right? Then നോക്കൂ, പ്രൊഫസർ സാമുവൽസൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇക്കണോമിക്സ് ഇസ് ദ ക്വീൻ ഓഫ് സോഷ്യൽ സയൻസസ്. ഇക്കണോമിക്സ് ഇസ് ദ ക്വീൻ ഓഫ് സോഷ്യൽ സയൻസസ്. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആൻഡ് വി ക്യാൻ സ്കോർ വെരി വെൽ ഇൻ ദ എക്സാമിനേഷൻ. ഓക്കെ, പ്രൊഫസർ സാമുവൽസൺ ഡിഫൈൻ ഇക്കണോമിക്സ് ആസ് ദ ക്വീൻ ഓഫ് സോഷ്യൽ സയൻസ്. എന്തുകൊണ്ടാണ് സോഷ്യൽ സയൻസ് എന്ന് എക്കണോമിക്സിനെ പറയുന്നതെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ദെൻ സെവറൽ ഇക്കണോമിസ്റ്റ് ഡിഫൈൻ ഇക്കണോമിക്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്. There is no single definition which is acceptable to all economists. All definitions may be broadly divided into 4. സോ ഇത് സാമുവൽസൻ്റെ ഡെഫിനേഷനാണ്. ഇതുപോലെ പല ആളുകളും ഇക്കണോമിക്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പലതരത്തിൽ ഇൻ ഡിഫറെൻറ്റ് വേസ് ദേ ഹാവ് ഡിഫൈൻഡ്. സോ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്തില്ല? ഇല്ല. ദർ ഈസ് നോ സിംഗിൾ ഡെഫിനേഷൻ വിച്ച് ഈസ് ആക്സെപ്റ്റബിൾ ടു ഓൾ. പക്ഷേ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഇക്കണോമിക്സിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള എല്ലാ ഡെഫിനിഷൻസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ദറ്റ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 4. 4 ബ്രോഡ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ജനറൽ ക്ലാസിഫിക്കേഷൻസ് എന്തിനുണ്ട്? ഇക്കണോമിക്സിന് ഉണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഇസ് വെൽത്ത് ഓർ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. വെൽത്ത് ഡെഫിനിഷൻ അതല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. സോ ആരാണ് ഈ ഡെഫിനിഷൻ കൊണ്ടുവന്നത്? ദിസ് ഈസ് ബൈ ആഡം സ്മിത്ത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൽത്ത് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് അതല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് വിച്ച് ഈസ് പ്രൊപ്പൗണ്ടഡ് ബൈ ആഡം സ്മിത്ത്. സോ 1776 ആഡം സ്മിത്ത് എന്ത് ചെയ്തു? ഹി ഹാസ് പബ്ലിഷ്ഡ് ഹിസ് ഫേമസ് വർക്ക്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് പബ്ലിഷ് ചെയ്തു. ആൻഡ് എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള തൻ്റെ പുസ്തകം അദ്ദേഹം 1776 പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ്? ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? വെൽത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഹി ഡിഫൈൻഡ്, ഹി മീൻസ് ആഡം സ്മിത്ത്, he defined economics as the study of nature and causes of national wealth.
ഒരു നേഷൻ്റെ, ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ഓക്കെ, സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് കോസസ് ഓഫ് നാഷണൽ വെൽത്ത്, ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഒരു നേഷനിൽ ഹൗ ദ വെൽത്ത് ഈസ് ബീയിങ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് വേരിയസ് യൂണിറ്റ്സ്. സോ അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എന്ത്? വെൽത്ത് ഡെഫിനിഷൻ, അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് വെൽത്ത് ഡെഫിനിഷനിൽ പറയുന്നത്. സോ എന്താണ് വെൽത്ത്? ദിസ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. വെൽത്ത് ഡെഫിനിഷൻ എന്താ പറയുന്നത്? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. സോ ആഡം സ്മിത്ത് പറയുന്നത് പ്രകാരം എന്താണ് വെൽത്ത്? വെൽത്ത് ഈസ് ദ മെറ്റീരിയൽ വെൽത്ത്. ആഡം സ്മിത്ത് വെൽത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ മെറ്റീരിയൽ വെൽത്ത്. സോ നമ്മളുടെ മെറ്റീരിയൽ വെൽത്ത് ഒരു രാജ്യത്തിൻ്റെ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? പ്രൊഡക്ഷൻ ഓഫ് മെറ്റീരിയൽ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി. ഓക്കെ, മീൻസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാം? ഒരു രാജ്യത്തിൻ്റെ മെറ്റീരിയൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യാം. സോ ടു ഇൻക്രീസ് ദ വെൽത്ത് ഓഫ് എ നേഷൻ എന്ത് ചെയ്യണം? ദാറ്റ് നാഷൻ ഷുഡ് എക്സ്പാൻഡ് ഇറ്റ്സ് ഇക്കണോമിക് പ്രൊഡക്ഷൻ. സോ ഒരു രാജ്യത്തിൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എങ്ങനെയാണ്? ബൈ എക്സ്പാൻഡിങ് ഇറ്റ്സ് ഇക്കണോമിക് പ്രൊഡക്ഷൻ. നോക്കൂ, ഇക്കണോമിക്സ് ഈസ് കൺസിഡർഡ് as സ്റ്റഡി ഓഫ് കോസസ് ഓഫ് വെൽത്ത് അക്യൂമുലേഷൻ which brings economic development. In order to increase wealth, production of material goods will have to be increased. So എന്താണ് വെൽത്ത്? വെൽത്ത് മീൻസ് മെറ്റീരിയൽ വെൽത്ത്. മെറ്റീരിയൽ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഓഫ് മെറ്റീരിയൽ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യണം. ഒരു നേഷൻ്റെ പ്രൊഡക്ഷൻ ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഗുഡ്സ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഒരു നാഷൻ എന്ത് ചെയ്യണം? അതിൻ്റെ എക്കണോമിക് പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യണം. അതുവഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ നാഷൻ്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ മെയിൻ കോൺസെപ്റ്റ്സ്, okay, that are discussed under wealth definition. So Adam Smith എന്താണ്? Adam considered to be the father of economics. Okay, so wealth definition അതല്ലെങ്കിൽ classical definition of economics. Then next one is welfare definition or neoclassical definition of economics. So ആരാണ് ഇതിൻ്റെ മേജർ പ്രൊപ്പണൻറ്റ്? ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, സോ 1776 എന്ത് ചെയ്തത്? ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, ബുക്കിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. ദെൻ വെൽഫെയർ ഓർ ന്യൂ ക്ലാസിക്കൽ ഡെഫിനിഷൻ ബൈ ആൽഫ്രഡ് മാർഷൽ. 1890 എന്ത് ചെയ്യുന്നു? ആൽഫ്രഡ് മാർഷൽ ഹി ഹാസ് പബ്ലിഷ്ഡ് ഹിസ് ബുക്ക്. എന്താണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. സോ ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് നോക്കൂ. ഹി ഡിഫൈൻഡ് ഇക്കണോമിക്സ് ആസ് ഫോളോസ്. Political economy or economics is a study of mankind in the ordinary business of life. It examines that part of individual and social action which is most closely connected with the attainment and with the use of material requisites of well-being. So മാർഷൽ എന്താ ചെയ്തത്? വെൽത്ത് വേണം, ഓക്കെ, ബട്ട് വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്? മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ദ welfare of the people. Okay, more important is the welfare of the people. നോക്കൂ, ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പ്രൈമറി പ്ലേസ് ടു മാൻ. സോ വെൽഫെയർ ഡെഫിനിഷൻ പ്രകാരം ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു മാൻ. ഓക്കെ, ദിസ് ഡെഫിനിഷൻ കീപ്സ് മാൻ ഇൻ ദ പ്രൈമറി പ്ലേസ് ആൻഡ് വെൽത്ത് ഇൻ ദ സെക്കൻഡറി പ്ലേസ്. സോ ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷനിൽ പ്രൈമറി പ്ലേസ് എന്തിനായിരുന്നു? വെൽത്തിനായിരുന്നു. റൈറ്റ്. വെൻ ഇറ്റ് കംസ് ടു വെൽഫെയർ ഡെഫിനിഷൻ ആർക്കാണ് ഇമ്പോർട്ടൻസ്? ദ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഓർ ദ പ്രൈമറി പ്ലേസ് ഗോസ് ടു ദ മാൻ. ഓക്കെ, മനുഷ്യന്മാർക്കാണ് എന്ത് ഇമ്പോർട്ടൻസ്? വെൽത്ത് ഒബ്വിയസ്ലി വേണം, പക്ഷെ വെൽത്തിന് എന്താണ്? സെക്കൻഡറി പ്ലേസേ അദ്ദേഹം കൊടുത്തുള്ളൂ. ദെൻ സ്റ്റഡി ഓഫ് ആൻ ഓർഡിനറി ആൻഡ് സോഷ്യൽ മാൻ. സോ നമ്മൾ പ്രൈമറി പ്ലേസ് ടു ദ മാൻ എന്ന് പറഞ്ഞു. ഈ മാൻ എങ്ങനെയുള്ള ആരായിരിക്കണം? ഹി ഷുഡ് ബി ആൻ ഓർഡിനറി മാൻ ആൻഡ് എ സോഷ്യൽ മാൻ. ഇറ്റ് ഡീൽസ് വിത്ത് മെൻ ഹു ആർ റേഷണൽ ആൻഡ് നോർമൽ. അതായത് നോർമലായിട്ടുള്ള, അതല്ലെങ്കിൽ യുക്തിസഹമായി റാഷണലി ചിന്തിക്കുന്ന ഒരു മനുഷ്യനെയാണ് എന്ത് ചെയ്യുന്നത്? മാർഷൽ വിഭാവനം ചെയ്യുന്നത്. സോ ഈ മനുഷ്യൻ എങ്ങനെയുള്ള ആളല്ല? ഒരു അബ്നോർമൽ മാൻ അല്ല, ലൈക്ക് ഡ്രങ്കർഡ്സ്, ഗാംബ്ലേഴ്സ്, അതല്ലെങ്കിൽ ഐസൊലേറ്റഡ് പേഴ്സൺസ്. സോ എന്തെങ്കിലും തരത്തിലുള്ള ചിത്തഭ്രമമോ അതല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആളോ അല്ല എന്ത് വെൽഫെയർ ഡെഫിനിഷൻ പ്രകാരം
ഇദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്ന മാൻ, ഹീസ് എൻ ഓർഡിനറി മാൻ. ഓക്കെ, നോർമലായി ചിന്തിക്കാനും ആക്ട് ചെയ്യാനും റാഷണലായിട്ട് ആക്ട് ചെയ്യാനും യുക്തി സഹമായിട്ട് ആക്ട് ചെയ്യാനും കഴിയുന്ന ഒരു ഓർഡിനറി സോഷ്യൽ മാനെയാണ് എന്ത് പറയുന്നത്, ഈ ഡെഫിനിഷൻ്റെ പെർവ്യൂവിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ സ്റ്റഡി ഓഫ് മെറ്റീരിയൽ വെൽഫെയർ. ഇക്കണോമിക്സ് ഈസ് കൺസേൺ വിത്ത് മെറ്റീരിയൽ വെൽഫെയർ ഓഫ് മാൻകൈൻഡ്. വെൽഫെയർ പറഞ്ഞാൽ എന്താ, ക്ഷേമം. ഓക്കെ, വെൽത്ത് ഈസ് നോട്ട് എൻ എൻഡ് ബട്ട് ഓൺലി എ മീൻസ് ടു എൻഡ്, ദ എൻഡ് ബീയിങ് ഹ്യൂമൻ വെൽഫെയർ. സോ ഇക്കണോമിക്സ് എന്തിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഇക്കണോമിക്സ് ഈസ് കൺസേൺഡ് വിത്ത് എന്താണ്, ഹ്യൂമൻ വെൽഫെയർ. ഹ്യൂമൻ വെൽഫെയർ, വെൽത്ത് വേണം ഒബ്വിയസ്ലി, പക്ഷെ വെൽത്ത് എന്താണ്, ഈ വെൽഫെയർ അതല്ലെങ്കിൽ ക്ഷേമം നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് എന്ത്, നമ്മളുടെ വെൽത്ത്. ബിക്കോസ് വെൽത്ത് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും, വെൽഫെയർ ഉണ്ടായിരിക്കും. പക്ഷെ വെൽഫെയറിനാണ് ഈ ഡെഫിനേഷൻ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വെൽത്ത് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഫ്രം ദ അക്വിസിഷൻ ഓഫ് മെറ്റീരിയൽ ഓർ ഫിസിക്കൽ ഗുഡ്സ്. ബട്ട് നോക്കൂ, വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി മീൻസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓർ വെൽബീയിങ് എൻജോയ്ഡ് ബൈ ദ സൊസൈറ്റി. ഒരു സൊസൈറ്റി എൻജോയ് ചെയ്യുന്ന സാറ്റിസ്ഫാക്ഷൻ, അതല്ലെങ്കിൽ അവരുടെ വെൽബീയിങ്, ക്ഷേമം, അതിനെയാണ് എന്തോ ഉദ്ദേശിക്കുന്നത്, വെൽഫെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വെൽഫെയർ ഡെഫിനിഷൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇറ്റ് ഹാസ് ഗിവൺ പ്രൈമറി പ്ലേസ് ടു മാൻ. മാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നോർമൽ മാൻ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ആൻ ഓർഡിനറി ആൻഡ് സോഷ്യൽ മാൻ ആൻഡ് സ്റ്റഡി ഓഫ് മെറ്റീരിയൽ വെൽഫെയർ. മെറ്റീരിയൽ welfare or welfare means the satisfaction or well-being enjoyed by the society. So വെൽത്തിൽ നിന്നും വെൽഫെയറിലേക്ക് എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് പറിച്ചു നട്ടു ഈ ഡെഫിനിഷൻ. വെൽത്ത് വേണം ആൻഡ് വെൽത്ത് ഈസ് എ മീൻസ് ടു വെൽഫെയർ. വെൽഫെയറിലേക്ക് എത്തിച്ചേരാനുള്ള അല്ലെങ്കിൽ നമുക്ക് ക്ഷേമത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് എന്ത്, വെൽത്ത്. വെൽത്ത് ഈസ് എ മീൻസ് ആൻഡ് വെൽഫെയർ ഈസ് ദ എൻഡ്. Okay, according to welfare definition. Then third one, scarcity definition of Lionel Robbins. Scarcity means എന്താണ്, ദൗർലഭ്യം അല്ലേ. സിംപ്ലി 1932 എന്ത് ചെയ്യുന്നു, ലയണൽ റോബിൻസ് പബ്ലിഷ് ഹിസ് ബുക്ക് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്. സോ ബുക്സിൻ്റെ പേരൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാം. 1932 നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്. സോ ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ് നോക്കൂ, economics is the science which studies human behavior as a relationship between ends and scarce means which have alternative uses. So, problem of choice, അതിനെക്കുറിച്ച് പറയുന്ന ഡെഫിനിഷനാണ് എന്ത്, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. സോ വി വിൽ സീ ഇറ്റ് മോർ ക്ലിയർലി. നോക്കൂ, അവർ വാണ്ട്സ്, നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ദേ ആർ അൺലിമിറ്റഡ്. ദ റിസോഴ്സസ് ഓർ മീൻസ് ടു സാറ്റിസ്ഫൈ ദീസ് വാണ്ട്സ് ആർ ലിമിറ്റഡ്. നമ്മളുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് എന്താണ്, ലിമിറ്റഡ് ആണ്. സോ റിസോഴ്സസ് മീൻസ് എന്താണ്, ഇറ്റ് ക്യാൻ ബി മണി, ഇറ്റ് ക്യാൻ ബി ടൈം ഓർ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, സോ നമ്മളുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, പക്ഷെ നമ്മുടെ വാണ്ട്സ് എന്താണ്, അൺലിമിറ്റഡ് ആണ്. എ മാൻ കനോട്ട് സാറ്റിസ്ഫൈ ഓൾ ഓഫ് ഹിസ് വാണ്ട്സ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്. സോ ടൈമിൻ്റെ കേസ് തന്നെ എടുക്കൂ. നമ്മളുടെ എക്സാമിനേഷന് തൊട്ട് മുന്നേ നമ്മൾ പഠിക്കുന്നു, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താണ്, ദ ടൈം. പക്ഷെ നമുക്ക് ഒരുപാട് ടോപ്പിക്സ്, ഒരുപാട് സബ്ജക്ട്സ് കവർ ചെയ്യാനുണ്ട് ജസ്റ്റ് ബിഫോർ ദ എക്സാമിനേഷൻ. സോ നമ്മുടെ വാണ്ട്സ് എന്താണ്, ദേ ആർ ലൈക്ക് അൺലിമിറ്റഡ്. ഓക്കെ, ഒരുപാട് സബ്ജക്ട്സ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ ഇത് മനസ്സിലാക്കാൻ വേണ്ടി. സോ വി ഹാവ് ടു കവർ എ ലോട്ട് ഓഫ് ടോപ്പിക്സ്, എ ലോട്ട് ഓഫ് സബ്ജക്ട്സ് ജസ്റ്റ് ബിഫോർ ദ എക്സാമിനേഷൻ. പക്ഷേ എക്സാമിന് തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ സമയം ലിമിറ്റഡ് ആണ്. സോ ഈ ലിമിറ്റഡ് സമയം, ഓക്കെ, ദ റിസോഴ്സസ് ആർ നോട്ട് ഓൺലി സ്കേഴ്സ് ബട്ട് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. സോ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ പഠിക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട് അല്ലേ. സോ ദിസ് ടൈം ഈസ് ഹാവിങ് ഓൾട്ടർനേറ്റീവ് യൂസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനേജറിയൽ എക്കണോമിക്സ് പഠിക്കാം, അതല്ലെങ്കിൽ യു ക്യാൻ സ്റ്റഡി അക്കൗണ്ടിങ്, യു ക്യാൻ സ്റ്റഡി എനി ലാംഗ്വേജസ്. സോ ഇതിന് ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ പഠിക്കാൻ നമുക്ക് ഈ ടൈം ഉപയോഗിക്കാം. ഇനി പഠിക്കാൻ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ എൻജോയ്, വി ക്യാൻ ടേക്ക് റെസ്റ്റ്, വി ക്യാൻ ഡു ഇറ്റ് ഫോർ ലീഷർ ആക്ടിവിറ്റീസ്. നമ്മുടെ വിശ്രമത്തിനോ വിനോദത്തിനോ എന്തിനു വേണ്ടി വേണമെങ്കിലും നമുക്ക് നമ്മളുടെ സമയത്ത് ഉപയോഗിക്കാം. പക്ഷെ സമയം ലിമിറ്റഡ് ആണ്. ദർ ഈസ് ലൈക്ക് എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം ജസ്റ്റ് ബിഫോർ യുവർ എക്സാം. സോ ഈ ടൈമിന് തന്നെ അല്ലെങ്കിൽ ഈ റിസോഴ്സസിന് എന്തുണ്ട്, ഓൾട്ടർനേറ്റീവ് യൂസേഴ്സ് ഉണ്ട്. ദെർഫോർ
the problem of choice arises. So നമ്മളുടെ സമയം നമുക്ക് ഏത് തരത്തിൽ വിനിയോഗിക്കാം എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് ആ ഒരു കാര്യം കൊണ്ട് തന്നെ വി ഹാവ് ടു ചൂസ്, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു വാട്ട് വി ഹാവ് ടു ഡു ജസ്റ്റ് നൗ. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ജനറലി എന്താണ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് മീൻസ് അവർ മണി അല്ലേ. ജനറലി നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ലേബർ കപ്പാസിറ്റി, ഇതൊക്കെയാണ് ലിമിറ്റഡ് ആയിട്ട് വരിക. സോ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടി ടൈമിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. സോ ഈ ടൈമിന് തന്നെ നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയത്തെ വിനിയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ദർ ഈസ് എ പ്രോബ്ലം ഓഫ് ചോയ്സ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടൈമിനെ വിനിയോഗിക്കേണ്ടത്. ഇക്കണോമിക്സ് ടീച്ചേഴ്സ് ഹൗ ദ ലിമിറ്റഡ് റിസോഴ്സസ് ആർ യൂട്ടിലൈസ്ഡ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. സോ നമ്മളുടെ എന്താണ് ഇതിൻ്റെ നട്ട്ഷെൽ ഈ തിയറി പറയുന്നത് നോക്കൂ. നമ്മുടെ വാണ്ട്സ് എന്താണ്? വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. റിസോഴ്സസ് എന്താണ്? ലിമിറ്റഡ്. ഓക്കെ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് ലയണൽ റോബിൻസ് ആണ് നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ റിസോഴ്സസിന് എന്തുണ്ട്? ദേ ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഒന്നിലധികം കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ റിസോഴ്സസ് ആർ ഹാവിങ് ഒന്നിലധികം യൂസസ്, ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ദർ ഈസ് എ പ്രോബ്ലം ഓഫ് ചോയ്സ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? വി വിൽ റാങ്ക് അല്ലേ, നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ റാങ്ക് ചെയ്യും ഇൻ ദ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് അർജൻസി. വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് മോസ്റ്റ് അർജൻറ്റ്. സോ വി ഹാവ് ടു ചൂസ് among our needs and wants. സോ ഈ സ്കേഴ്സിറ്റിയുടെ പ്രോബ്ലത്തിനെ സൊസൈറ്റി എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ബൈ മേക്കിംഗ് എ ചോയ്സ്. ഓക്കെ, സൊസൈറ്റി ഓവർകംസ് ദി പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി ബൈ മേക്കിംഗ് എ ചോയ്സ്. സോ അതിനെക്കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് ലയണൽ റോബിൻസ്. ഓക്കെ, സോ ഇദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ഓർമ്മിച്ച് വയ്ക്കുക. ദെൻ മൂവിങ് ഓൺ ടു ദ ഫോർത്ത് ഡെഫിനിഷൻ, മോഡേൺ ഡെഫിനിഷൻസ് അതല്ലെങ്കിൽ ഗ്രോത്ത് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. നോക്കൂ, ആരാണ് ഇതിൻ്റെ മെയിൻ പ്രൊപ്പണൻറ്റ്? പ്രൊഫസർ സാമുവൽസൺ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ സൊസൈറ്റീസ് യൂസ് സ്കേഴ്സ് റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് വാല്യുബിൾ കമോഡിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം among different people for satisfying their wants. His definition is popularly known as growth definition. He is known as the father of modern economics. ആരാണ്? പ്രൊഫസർ സാമുവൽസൺ. He is the father of modern economics. സോ എന്താണ് സാമുവൽസൻ്റെ ഡെഫിനിഷൻ? നോക്കൂ, ഹൗ സൊസൈറ്റീസ് യൂസ് സ്കേഴ്സ് റിസോഴ്സസ് സ്കേഴ്സ് ആണ് അല്ലേ. സോ ഈ സ്കേഴ്സ് റിസോഴ്സസിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് സൊസൈറ്റീസ് വാല്യുബിൾ കമോഡിറ്റീസ് അതല്ലെങ്കിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻഡ് ഹൗ ദേ ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് ഡിഫറെൻറ്റ് പീപ്പിൾ. സോ സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു സൊസൈറ്റി കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് ഒരു സൊസൈറ്റി കമോഡിറ്റീസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഫോർ വാട്ട്? ഫോർ സാറ്റിസ്ഫൈയിങ് ദെയർ വാണ്ട്സ്. ഓക്കെ, നോക്കൂ, സാമുവൽസൺസ് ഡെഫിനിഷൻ ടെൽസ് us that economics is a social science and it is mainly concerned with how society employs its limited resources for alternative uses. സോ ഒരു സൊസൈറ്റി എങ്ങനെയാണ് അതിൻ്റെ റിസോഴ്സസിനെ ഉപയോഗിക്കുന്നതാണ് ഇത് പറയുന്നത്. ഓക്കെ, ഓൾ ദിസ് വി ഫൈൻഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് റോബിൻസും ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വാട്ട് ഈസ് ദ മേജർ ഡിഫറൻസ്? സ്കേഴ്സിറ്റി ഡെഫിനേഷനും ഗ്രോത്ത് ഡെഫിനേഷനും എന്നുള്ള മേജർ ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? സാമുവൽസൺ ഗോസ് എ സ്റ്റെപ്പ് ഫർദർ ആൻഡ് ഡിസ്കസ് ഹൗ എ സൊസൈറ്റി യൂസസ് ലിമിറ്റഡ് റിസോഴ്സസ് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കൺസംഷൻ ഓഫ് വേരിയസ് പീപ്പിൾ ഓർ ഗ്രൂപ്പ്സ്. സോ കറൻറ്റ് കൺസംഷൻ, ഓക്കെ, ഇപ്പോഴത്തെ കൺസംഷൻ മാത്രമല്ല, ഹൗ ദ സൊസൈറ്റി യൂസസ് ഇറ്റ് ഫോർ ഫ്യൂച്ചർ കൺസംഷൻ ടു. സോ ഈ ഒരു ആസ്പെക്റ്റിൽ കൂടി ആ ഒരു എംഫസിസ് കൊടുക്കുന്നുണ്ട് സാമുവൽസൻ്റെ ഗ്രോത്ത് ഡെഫിനിഷൻ. സോ ഫ്യൂച്ചർ കൺസംഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദ മേജർ ഡിഫറൻസ് ഫ്രം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും. കാരണം സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഗ്രോത്ത് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? സോ പ്രസൻറ്റ് കൺസംഷൻ മാത്രമല്ല, ഫോർ ഫ്യൂച്ചർ കൺസംഷൻ്റെ കേസിലും ഒരു സൊസൈറ്റി എങ്ങനെയാണ് അതിൻ്റെ ലിമിറ്റഡ് റിസോഴ്സസിനെ
ഓക്കെ, ഉപയോഗിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് എന്തിൽ പറഞ്ഞിരിക്കുന്നു? ഗ്രോത്ത് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞ ഡെഫിനിഷൻസിനൊക്കെ ദർ ആർ മെനി മോർ ആസ്പെക്ട്സ്. ഇനി ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്, ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് ഫോർ എക്സാമിനേഷൻ പർപ്പസ് ഓക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബട്ട് ഫോർ എക്സാമിനേഷൻ പർപ്പസ് വി ഹാവ് ടു കവർ ദിസ് മച്ച് ഓൺലി. ഓക്കെ, സോ നമ്മൾ 4 different definitions of economics cover ചെയ്തു. That means the first topic is covered. Meaning and definition of economics. Meaning and definition of economics we have covered. Classical definition of Adam Smith, welfare അല്ലെങ്കിൽ neoclassical definition of Alfred Marshall, scarcity definition of Lionel Robbins, growth definition of Paul A. Samuelson. Okay, right. Then second topic നമ്മൾ പഠിക്കാൻ പോകുന്നത് branches of economics. അതല്ലെങ്കിൽ എന്താണ് വേരിയസ് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നോക്കൂ, ടോപ്പിക് 2 ബ്രാഞ്ചസ് ഓഫ് ഇക്കണോമിക്സ്. സോ ആരാണ് ഇക്കണോമിക്സിനെ മാക്രോ എക്കണോമിക്സ് എന്നും മൈക്രോ എക്കണോമിക്സ് എന്നും ഉള്ള 2 ബ്രാഞ്ചസ് ആയിട്ട് തരംതിരിച്ചത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1933 Ragnar Frisch has classified economics into two branches. Okay, broad classification ആണ് macro economics and micro economics. So ഇവ തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്താണ് എന്ന് നോക്കുന്നതിലൂടെ തന്നെ we can study the meaning of these two terms. So micro economics എന്ന് പറഞ്ഞാൽ എന്താണ്? This is derived from the Greek word mikros, which means small economics. എന്താണെന്ന് നമുക്ക് നോക്കാം. മൈക്രോ മീൻസ് സ്മോൾ. മാക്രോ എക്കണോമിക്സ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മാക്രോസ് വിച്ച് മീൻസ് ലാർജ്. സോ മൈക്രോ എക്കണോമിക്സ് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് സ്മോൾ തിങ്സ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ബട്ട് ഇറ്റ് ഈസ് സ്മോൾ. ഓക്കെ, മാക്രോ എക്കണോമിക്സ് എന്താണ്? ഇറ്റ് ഈസ് ലാർജ്. ഇനി നോക്കൂ, മൈക്രോ എക്കണോമിക്സിനെ എന്തുകൊണ്ടാണ് സ്മോൾ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സ്. ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് മൈക്രോ എക്കണോമിക്സ്. സോ ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ. നമ്മൾ കടയിൽ ചെന്നൊരു സാധനം വാങ്ങുന്നു. യർ ഇൻഡിവിജ്വൽ കൺസ്യൂമർ, വി ആർ എ മൈക്രോ യൂണിറ്റ്. ഓക്കെ, നമ്മൾ മീൻസ് വി ആർ എൻ ഇൻഡിവിജ്വൽ അല്ലേ? അതല്ലെങ്കിൽ ഒരു ഫേം, ഒരു കമ്പനി ഒക്കെ, ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരുപാട് കമ്പനികൾ എടുക്കുമ്പോൾ എന്താണ്? ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് എൻ ഇൻഡിവിജ്വൽ കമ്പനി ഓർ എ ഫാമിലി. ഓക്കെ, സോ ദീസ് ആർ ഓൾ ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്. സോ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? മൈക്രോ എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെയാണ് എന്തിനെ പറയുന്നത്? ദാറ്റ് ഇസ് സ്മോൾ. മാക്രോ എക്കണോമിക്സ് എന്താണ്? ഇത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ദിസ് സ്റ്റഡീസ് അബൌട്ട് അഗ്രഗേറ്റ് ഇക്കണോമിക് യൂണിറ്റ്സ്. ദിസ് ഇസ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ദിസ് ഇസ് അഗ്രഗേറ്റ് ഇക്കണോമിക് യൂണിറ്റ്സിൻ്റെ ബിഹേവിയർ. ഓക്കെ, അഗ്രഗേറ്റ് ഇക്കണോമിക് യൂണിറ്റ്സ് മീൻസ് ഹോൾ ഇക്കണോമി, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇക്കണോമിയെക്കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? മാക്രോ ഇക്കണോമിക്സ്. ഓക്കെ, ലാർജ് ഇക്കണോമിക്സ്. ദെൻ മൈക്രോ എക്കണോമിക്സ് നോക്കൂ, ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ഇൻഡിവിജ്വൽ മാർക്കറ്റ്സ്. സോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നു എന്നുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ മാർക്കറ്റ്സിൻ്റെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്? അവിടുത്തെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓക്കെ ഓഫ് എ പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഓർ ഫാക്ടർ എങ്ങനെയാണ്? അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? മൈക്രോ എക്കണോമിക്സ്. സോ മാക്രോ എന്താണ്? നാഷണൽ ഇൻകം, നാഷണൽ ഔട്ട്പുട്ട്, അഗ്രഗേറ്റ് ഡിമാൻഡ്, അഗ്രഗേറ്റ് സപ്ലൈ, ജനറൽ പ്രൈസ് ലെവൽ. സോ ഇവിടെയൊക്കെ ഇൻഡിവിജ്വൽ ലെവലിൽ പഠിക്കുന്നു മാക്രോ എന്താണ്? അഗ്രഗേറ്റ് ലെവലിൽ പഠിക്കുന്നു. ഓക്കെ, ഇവിടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, ഇൻഡിവിജ്വൽ സപ്ലൈ. ഹിയർ ഇറ്റ് ഇസ് അഗ്രഗേറ്റ് ഡിമാൻഡ്, അഗ്രഗേറ്റ് സപ്ലൈ. സോ ആ ഒരു ഡിഫറൻസ് മാത്രം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൈക്രോ എക്കണോമിക്സിൻ്റെ സെൻട്രൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിലി പിന്നീട് പഠിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കൂ. സെൻട്രൽ പ്രോബ്ലം ഓഫ് മൈക്രോ എക്കണോമിക്സ് ഇസ് പ്രൈസ് ഡിറ്റർമിനേഷൻ. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആൻഡ് എങ്ങനെയാണ് വേരിയസ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിൻ്റെ ആണെങ്കിൽ ദ സെൻട്രൽ പ്രോബ്ലം ഇസ് ഡിറ്റർമിനേഷൻ ഓഫ് ലെവൽ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്. So here it is price determination and allocation of resources. ഏതിൻ്റെ കേസിൽ? മൈക്രോ എക്കണോമിക്സ്. മാക്രോ ആണെങ്കിൽ that is determination of level of income and employment.
മൈക്രോ സ്മോൾ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കോപ്പ് എന്താണ്? ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ടു വാട്ട്? ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. മാക്രോ ലാർജ് ആണ്, അതുകൊണ്ട് തന്നെ നാഷൻ വൈഡ് സ്കോപ്പാണ്. ഓക്കെ, ഡീൽസ് വിത്ത്. സോ നാഷൻ വൈഡ് പറഞ്ഞാൽ ഒരു രാജ്യം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അതല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടായിരിക്കും എന്ത് ചർച്ച ചെയ്യുക? മാക്രോ ഇക്കണോമിക്സ് ചർച്ച ചെയ്യുക. ലൈക്ക് ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ ഒരു രാജ്യം ഫേസ് ചെയ്യുന്ന, ഓക്കെ, അഗ്രഗേറ്റ്ലി ഫേസ് ചെയ്യുന്ന ലാർജ് സ്കെയിലുള്ള ഇഷ്യൂസാണ്. സോ മാക്രോ എക്കണോമിക്സിന് എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് എ നാഷൻ വൈഡ് സ്കോപ്പ്. ദെൻ microeconomics is not important in policy formulation at national and international level. ഓക്കെ, കാരണം എന്താണ്? ഇത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ നാഷണൽ ഇൻ്റർനാഷണൽ പോളിസി ഫോർമുലേഷൻ ഇതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവുമോ? നോ. സോ നേരെ മറിച്ച് മാക്രോ എക്കണോമിക്സ് ഇസ് ഹെൽപ്ഫുൾ ഇൻ പോളിസി ഫോർമുലേഷൻ അറ്റ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവൽ. നമുക്കിതിൻ്റെ ഡിഫറൻസ് പഠിക്കുന്നതോടുകൂടി തന്നെ വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാക്രോ ആൻഡ് മൈക്രോ ഇക്കണോമിക്സ്. മാക്രോ മീൻസ് ലാർജ്, മൈക്രോ മീൻസ് സ്മോൾ. ഓക്കെ, സോ അതിൻ്റെ റിലേറ്റഡ് പോയിൻറ്റ്സ് എഴുതുക. ആൻഡ് ഹൂ മെയ്ഡ് ദിസ് ക്ലാസിഫിക്കേഷൻ? ആരാണ് എക്കണോമിക്സിനെ ഇങ്ങനെ 2 ബ്രാഞ്ചായി തിരിച്ചത് മറന്നു പോകരുത്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ റാഗ്നർ ഫ്രിഷ്, 1933. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. ദെൻ മൂവിങ് ഓൺ ടു ദ തേർഡ് ടോപ്പിക്. ഓക്കെ, മാനേജീരിയൽ ഇക്കണോമിക്സ്. സോ നമ്മുടെ ചാപ്റ്ററിന് എന്താണ്? ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു മാനേജീരിയൽ ഇക്കണോമിക്സ്. ഓക്കെ, സോ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. സോ ഇത് പഠിക്കുന്നതിന് മുന്നേ, ഹു ഈസ് ദ ഫാദർ ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്? ജോയൽ ഡീൻ. ജോയൽ ഡീൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് എന്ത്? ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. ഓക്കെ, സോ ജോയൽ ഡീൻ എന്താണ് പറയുന്നത്? മാനേജീരിയൽ ഇക്കണോമിക്സ് ഈസ് ദ യൂസ് ഓഫ് economic analysis in the formulation of business policies. Use of economic analysis in the formulation of business policies. So ഇത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ സിംപ്ലി ഒന്ന് ആലോചിക്കൂ. മാനേജീരിയൽ ഇക്കണോമിക്സ്. ഇക്കണോമിക്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? മാനേജ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം, റൈറ്റ്? സോ മാനേജീരിയൽ ഡിസിഷൻസിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ ഇക്കണോമിക്സിനെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജീരിയൽ ഇക്കണോമിക്സ്. സോ ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് വി ആർ അപ്ലൈയിങ് ദ വേരിയസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കണോമിക്സ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് മാനേജീരിയൽ ഇക്കണോമിക്സ്. മാനേജ്മെൻറ്റിൻ്റെ ഫീൽഡിൽ ഇക്കണോമിക്സിൻ്റെ തിയറീസ്, ടൂൾസ്, ടെക്നിക്സ്, വേരിയസ് കോൺസെപ്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്ത്, ഓക്കെ, എന്തിനാണ് അത് അപ്ലൈ ചെയ്യുന്നത്? സോ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? വി ഹാവ് ടു ഇംപ്രൂവ് സംതിങ് അല്ലേ? സോ ആ മാനേജ്മെൻറ്റിൻ്റെ ആ ഫീൽഡിനെ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? മാനേജേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, മാനേജേഴ്സിൻ്റെ വേരിയസ് ആക്ടിവിറ്റീസ്, അവരെ ഹെൽപ്പ് ചെയ്യാനും അതിനെ ഇംപ്രൂവ് ചെയ്യാനും, ഓക്കെ, എക്കണോമിക്സിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജീരിയൽ ഇക്കണോമിക്സ്. സോ സിംപ്ലി ഇത്രയും നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക, മാനേജീരിയൽ ഇക്കണോമിക്സ്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും പഠിക്കാൻ വളരെ 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 ഈസി ആയിരിക്കും. നോക്കൂ, ഇറ്റ് ഈസ് ദ ഇക്കണോമിക്സ് ഓഫ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് മീൻസ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആരാ ചെയ്യുക? മാനേജ്മെൻറ്റാണ് ചെയ്യുക അല്ലേ? മാനേജേഴ്സ് വിൽ ഡു. മാനേജേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? ഡിസിഷൻ മേക്കിംഗ്. സോ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഇക്കണോമിക്സ് ആണ് എന്ത്? മാനേജീരിയൽ ഇക്കണോമിക്സ്. സോ ഈ കാര്യം എപ്പോഴും എന്തുണ്ടാവണം നമ്മുടെ? വി ഷുഡ് കീപ് ദിസ് ഇൻ അവർ മൈൻഡ്. സോ സ്റ്റഡിയിങ് ഓൾ ദിസ് ടോപ്പിക് വിൽ ബി മച്ച് 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 ഈസിയർ. ഇനി നോക്കൂ, അക്കോർഡിംഗ് ടു ജോയൽ ഡീൻ, മാനേജീരിയൽ ഇക്കണോമിക്സ് ഈസ് ദ യൂസ് ഓഫ് ഇക്കണോമിക് അനാലിസിസ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. സോ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ് ആരുടെ ഫംഗ്ഷനാണ്? ദറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മാനേജേഴ്സ് അല്ലേ? മാനേജേഴ്സ് ചെയ്യുന്നതാണ് ബിസിനസ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക. സോ ബിസിനസ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഇക്കണോമിക് അനാലിസിസ്, ഓക്കെ, ഇക്കണോമിക് അനാലിസിസ് യൂസ് ചെയ്ത് ബിസിനസ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? മാനേജീരിയൽ ഇക്കണോമിക്സ്. സിമ്പിൾ അല്ലേ? യെസ്. മാനേജീരിയൽ ഇക്കണോമിക്സ് ഈസ് കൺസേൺ വിത്ത്, അഗെയിൻ നോക്കൂ, അപ്ലിക്കേഷൻ ഓഫ് ഇക്കണോമിക് തിയറീസ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ്. സോ ഈ മാനേജീരിയൽ ഇക്കണോമിക്സിൻ്റെ ഏത് ഡെഫിനേഷൻ പഠിക്കുമ്പോഴും അതിന് 2 പോർഷൻ ഉണ്ട്. ഒന്ന്, ഇക്കണോമിക്സ് എന്താണെന്ന് പറയുന്നു, അത് മാനേജീരിയൽ ഡിസിഷൻസിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഫീൽഡിൽ എങ്ങനെയാണ് അപ്ലിക്കബിൾ എന്ന് പറയുന്നു. ഇതിനെ പലതരത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്ലിക്കേഷൻ ഓഫ് ഇക്കണോമിക് തിയറീസ് മീൻസ് യൂസ് ഓഫ് ഇക്കണോമിക് അനാലിസിസ്. ഓക്കെ, മീൻസ് ഇക്കണോമിക്സ്.
Okay, application of economic theories in business management. It is a study of how to manage. It is a study of how to manage the limited resources to achieve the objectives of business. So ഇതൊക്കെ മാനേജേഴ്സിൻ്റെ ഫങ്ഷനാണ്. ലിമിറ്റഡ് റിസോഴ്സസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അതിനെങ്ങനെ ഇക്കണോമിക്സ് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ദ ഇക്കണോമിക്സ് ഫോർ മാനേജ്മെൻറ്റ് സിംപ്ലി. സോ ഇത് മാത്രം ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഈസ് ദ ബാക്കി എല്ലാ ഡെഫിനിഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. കാരണം എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ എന്തൊക്കെ ഫങ്ഷൻസ് ആണെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്, ഡിസിഷൻ മേക്കിംഗ്, ബിസിനസ് മാനേജ്മെൻറ്റ്. ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സസിന് എന്ത് ചെയ്യുക, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. സോ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഇക്കണോമിക് ടൂൾസ്, ഇക്കണോമിക് ടെക്നിക്സ്, ഇക്കണോമിക് കോൺസെപ്റ്റ്സ് ആണ് എന്ത്, മാനേജീരിയൽ ഇക്കണോമിക്സ്. അതായത് മാനേജേഴ്സ് ഉപയോഗിക്കുന്ന ഇക്കണോമിക്സ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയുന്നു, ഇക്കണോമിക്സ് ഓഫ് ഫേം. ഇക്കണോമിക്സ് ഓഫ് ഫേം. ഓക്കെ, ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേം ഈസ് മീൻസ് ഒരു പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സിംപ്ലി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് വിചാരിക്കും. സോ മാനേജീരിയൽ ഇക്കണോമിക്സിൻ്റെ മറ്റ് പേരുകൾ എന്താണ്, ഇക്കണോമിക്സ് ഓഫ് ഫേം, അപ്ലൈഡ് ഇക്കണോമിക്സ്. കാരണം ഇക്കണോമിക്സിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു എവിടെ, മാനേജ്മെൻറ്റിൻ്റെ ഫീൽഡിൽ, മാനേജേഴ്സിന് വേണ്ടി. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് അപ്ലൈഡ് ഇക്കണോമിക്സ്, അതല്ലെങ്കിൽ ബിസിനസ് ഇക്കണോമിക്സ്. സോ നമുക്ക് ഈ പോയിന്റ് ഒന്നും ആലോചിച്ച് വെക്കാനോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാനോ യാതൊരു ഡിഫിക്കൽട്ടി ഇല്ല. ബട്ട് വെൻ യു റൈറ്റ് ഇറ്റ് ഇൻ ദ എക്സാമിനേഷൻ ഇറ്റ് വിൽ ട്രെമൻഡസ്ലി ഇംപ്രൂവ് അവർ സ്കോർ. നമ്മളുടെ മാർക്കിനെ കൂട്ടാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പോയിൻറ്റ്സാണിത്. ഓർമ്മിച്ച് വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, കാരണം മാനേജീരിയൽ എക്കണോമിക്സ് എന്താ എന്ന് നമ്മളുടെ മനസ്സിലൊരൊറ്റ വാക്കിൽ ഇക്കണോമിക്സ് ഫോർ മാനേജ്മെൻറ്റ് അത് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ എഴുതാവുന്ന സംഗതികളാണ്, ബാക്കി എല്ലാം ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇക്കണോമിക്സ് ഓഫ് ഫേം, ഇറ്റ് ഈസ് അപ്ലൈഡ് ഇക്കണോമിക്സ്, ഇറ്റ് ഈസ് ബിസിനസ് ഇക്കണോമിക്സ്. ദെൻ ഡെഫിനിഷൻ പഠിക്കണമെങ്കിൽ സ്പെൻസർ ആൻഡ് സീഗൽമാൻ, ഇറ്റ് ഈസ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ്. നമ്മൾ പറഞ്ഞ അതേ കാര്യം, ഇൻറ്റഗ്രേഷൻ അല്ലേ, കൂട്ടിച്ചേർക്കുന്നു. ഓക്കെ, ഇൻറ്റഗ്രേഷൻ മീൻസ് കോർഡിനേഷൻ ഓഫ് ഇക്കണോമിക് തിയറി. ഇക്കണോമിക് തിയറി എന്തുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു, ബിസിനസ് പ്രാക്ടീസ്. ഓക്കെ, ഫോർ ദ പേർപ്പസ് ഓഫ്. സോ ഇക്കണോമിക്സ് വേറൊരു ബ്രാഞ്ചാണ് അല്ലേ, മാനേജ്മെൻറ്റ് വേറൊരു ബ്രാഞ്ചാണ്. സോ ഇതിന് രണ്ടിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി, ഫോർ ദ പേർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ്. മാനേജേഴ്സിന് എന്ത് വേണം, ദെയർ പ്രൈമറി കൺസേൺ ഇസ് റിലേറ്റഡ് വിത്ത് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ പ്ലാനിങ്. ഓക്കെ, two major functions of management, decision making and forward planning by the management. അതിനു വേണ്ടി. സോ ഇതിനെ മുറിച്ച് പഠിച്ചാൽ മതി, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട്. സ്പെൻസർ ആൻഡ് സീഗൽമാൻ, മാനേജീരിയൽ എക്കണോമിക്സ് ഇസ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് എന്താണ്, ഇക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ്. എന്തിനു വേണ്ടി, ഫോർ ദ പേർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ്, അറേഞ്ചിങ്. ഓക്കെ, മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിനും ഫോർവേഡ് പ്ലാനിങ്ങിനും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്കണോമിക് തിയറിയെ ബിസിനസ് പ്രാക്ടീസുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ സിമ്പിൾ ഡെഫിനിഷൻ. ഓക്കെ, സോ ഫസ്റ്റ് സബ് ടോപ്പിക് നമ്മൾ കവർ ചെയ്തു, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്താ എന്ന് മാത്രം എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം ഇത് പഠിക്കുമ്പോൾ. ദാറ്റ്സ് ഓൾ. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നേച്ചർ ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. നോക്കൂ, ഇറ്റ് ഈസ് മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ അല്ലേ, മൈക്രോ മീൻസ് സ്മോൾ. സോ മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാൻ എന്താ കാരണം, ഇറ്റ് സ്റ്റഡീസ് ദ പ്രോബ്ലം ഓഫ് എ പെർട്ടിക്കുലർ ബിസിനസ് യൂണിറ്റ് അല്ലേ. ഒരു ബിസിനസ് യൂണിറ്റിലെ അതിന് അപ്ലൈ ചെയ്യാവുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആവില്ല വേറൊരു ബിസിനസ് യൂണിറ്റിന്. അതിലെ മാനേജീരിയൽ പ്രോബ്ലംസ് ആവില്ല വേറൊരു ബിസിനസ് യൂണിറ്റിൻ്റെ മാനേജീരിയൽ പ്രോബ്ലംസ്. അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആവില്ല വേറൊരു ബിസിനസ് യൂണിറ്റിനുള്ളത്. സോ ഈച്ച് ബിസിനസ് യൂണിറ്റ് ഡിഫേഴ്സ് ഫ്രം ഈച്ച് അതർ. സോ മാനേജീരിയൽ എക്കണോമിക്സിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാൻ കാരണം ഓരോ ബിസിനസ് യൂണിറ്റും എന്താണ്, ഡിഫറെൻ്റ് ആണ്. സോ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റിന് കണക്കാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഓരോ പെർട്ടിക്കുലർ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇക്കണോമിക്സ് അപ്ലൈ ചെയ്യാൻ. സോ ഇറ്റ് ഈസ് മൈക്രോ ഇക്കണോമിക്സ് ഇൻ നേച്ചർ. പക്ഷെ ഇത് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഓൾസോ യൂസസ് മാക്രോ എക്കണോമിക്സ്. കാരണം എന്താ, ഒരു ബിസിനസ് നിലനിൽക്കുന്നത് എവിടെയാണ്, ഒരു സൊസൈറ്റിയിലാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ കൺട്രി.
ഓക്കെ, നമ്മളുടെ ബിസിനസ് ഒരു ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ് ആണ്. പക്ഷെ നമ്മൾ നിലനിൽക്കുന്ന ഒരു രാജ്യം, ഒരു നേഷൻ ഉണ്ട്. ആ നേഷനിലെ കണ്ടീഷൻസ്, മാർക്കറ്റ് കണ്ടീഷൻസ്, ഇക്കണോമിക് റീഫോംസ്, ഗവൺമെൻറ് പോളിസീസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡിസിഷൻസിനെ ഇമ്പാക്റ്റ് ചെയ്യും. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? മാനേജേഴ്സ് കണക്കിലെടുക്കണം. സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് യൂസസ് മാക്രോ ഇക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്താണ്? ദിസ് ഇസ് മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചർ. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് ഇൻ നേച്ചർ, ബട്ട് ഇറ്റ് ഓൾസോ യൂസസ് മാക്രോ എക്കണോമിക്സ്. ദെൻ മാനേജീരിയൽ എക്കണോമിക്സ് ഇസ് നോർമേറ്റീവ് സയൻസ്. ഓക്കെ, നോർമേറ്റീവ് സയൻസ്. സോ എക്കണോമിക്സിന് 2 ബ്രാഞ്ചസ് ഉണ്ട്, പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സും. സോ പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഫാക്ട്സിൻ്റെ ബേസിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന എക്കണോമിക്സാണ് പോസിറ്റീവ് എക്കണോമിക്സ്. സോ ഇതിൻ്റെ റിസൾട്ട്സ്, ഈ ഒരു എക്കണോമിക് അനാലിസിസിൻ്റെ റിസൾട്ട്സൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാം. നേരെ മറിച്ച് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒപ്പീനിയൻ, അതല്ലെങ്കിൽ നമ്മളുടെ വാല്യൂസ്, ജഡ്ജ്മെൻറ്റ്സ്, ഡിസിഷൻസ്, അതിൻ്റെ ബേസിസിലൊക്കെ നിലനിൽക്കുന്ന എക്കണോമിക്സാണ് നോർമേറ്റീവ് എക്കണോമിക്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. ഓക്കെ, നമ്മൾ പറയണ ദ വേജസ് ഓഫ് ദ വർക്കേഴ്സ് ഈസ് 150 rupees per hour. ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കേഴ്സിന് കിട്ടുന്ന വേജസ് 150 rupees ആണ്. നോക്കൂ, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദിസ് ഈസ് എ ഫാക്ട്. ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇതിനെ അപ്രൂവ് ചെയ്യാനോ ഡിസപ്രൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ദിസ് ഇസ് എ ഫാക്ട്. ഓക്കെ, പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ ദ വേജസ് ഓഫ് വർക്കേഴ്സ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 250 per hour. വർക്കേഴ്സിൻ്റെ വേജസ് ഒരു അവറിൽ 250 രൂപയെങ്കിലും വേണ്ടതായിരുന്നു. നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ എലമെൻറ്റ് അവിടെ വന്നു. അപ്പോൾ അതെന്തായി? ദാറ്റ് ഈസ് നോർമേറ്റീവ് എക്കണോമിക്സ്. ഓക്കെ, സോ പോസിറ്റീവ് എക്കണോമിക്സ് എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്. Whereas normative economics is based on our opinion, values, so and so. So managerial economics എന്താണെന്ന് പറയുന്നത്? This is a normative science. It seeks what is good and bad. നോക്കി, ഇത് നല്ലതാണ് മോശമാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു എലമെൻറ്റ് അവിടെ വന്നു. It is concerned with what management should do under particular circumstances. സോ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് എഴുതി തയ്യാറാക്കിയ ഒരു ഫാക്റ്റ് പോലെ നമുക്ക് മുൻകൂട്ടി വെക്കാൻ പറ്റില്ല, അല്ലേ? ബിക്കോസ് there may be many uncertainties which the business may have to face in the future. ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. സോ എന്താണോ ഒരു സിറ്റുവേഷൻ വരുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ആൻഡ് ഒരു ബിസിനസ്സിന് അപ്ലിക്കബിൾ ആകുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് മറ്റൊരു ബിസിനസ്സിന് അതേപോലെ തന്നെ ഇഫക്റ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. സോ എന്താണ്? ഇറ്റ് ഈസ് നോർമേറ്റീവ് സയൻസ്. നമ്മുടെ ഒരു വാല്യൂസ്, ഒരു ജഡ്ജ്മെൻറ്റ്സ്, ഓക്കെ, നമ്മുടെ ഒപ്പീനിയൻസിനൊക്കെ എന്തിന് പ്രാധാന്യമുണ്ട്? മാനേജറിയൽ എക്കണോമിക്സിന് പ്രാധാന്യമുണ്ട്. ഇറ്റ് ഈസ് നോർമേറ്റീവ് സയൻസ്. ഇറ്റ് സീക്സ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് വാട്ട് മാനേജ്മെൻറ്റ് ഷുഡ് ഡു അണ്ടർ പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ്. ഇതെന്ത് ചെയ്യാം? ദിസ് മേ ഡിഫർ ഫ്രം ബിസിനസ് ടു ബിസിനസ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് പ്രാഗ്മാറ്റിക്. പ്രാഗ്മാറ്റിക് പറഞ്ഞാൽ എന്താ? പ്രാക്ടിക്കൽ. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ മാനേജീരിയൽ എക്കണോമിക്സ് ഒരു അപ്ലൈഡ് എക്കണോമിക്സ് ആണെന്ന്. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് പ്രാഗ്മാറ്റിക് ഇൻ നേച്ചർ, മീൻസ് പ്രാക്ടിക്കൽ. ഓക്കെ, ടു സോൾവ് ദ മാനേജീരിയൽ പ്രോബ്ലംസ് ഇൻ ദിയർ ഡേ ടു ഡേ ഫങ്ഷനിങ് ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. സോ കുറച്ചും കൂടി എന്താണ്? അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ്. ഇക്കണോമിക്സിനെ നമ്മൾ മാനേജീരിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യാണ് പ്രാക്ടിക്കലി. ഓക്കെ, ദാറ്റ്സ് വൈ ദിസ് ഇസ് പ്രാഗ്മാറ്റിക് ഇൻ നേച്ചർ. ദെൻ പ്രിസ്ക്രിപ്റ്റീവ്. Prescriptive means what? This is prescriptive rather than descriptive. It prescribes solutions to various business problems. So ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെന്നാൽ he will give us prescription, അല്ലേ? സോ നമ്മളുടെ ഒരു ഇഷ്യൂ അതല്ലെങ്കിൽ നമ്മുടെ ഒരു എയിൽമെൻറ്റ്, നമ്മുടെ ഒരു രോഗം മാറാനുള്ള മരുന്നുകളാണ് എന്നുള്ളത് ആ പ്രിസ്ക്രിപ്ഷൻ ഉള്ളത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബിസിനസ് പ്രോബ്ലംസിന് ഓക്കെ എന്താണ് സൊല്യൂഷൻ എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു എന്ത്? മാനേജീരിയൽ എക്കണോമിക്സ്. ദെൻ ഇറ്റ് യൂസസ് തിയറി ഓഫ് ദ ഫേം. തിയറി ഓഫ് ദ ഫേം മീൻസ് നോക്കൂ, ദർ വിൽ ബി മെനി ഇക്കണോമിക് ആൻഡ് ഓർഗനൈസേഷണൽ മോഡൽസ്. സോ നമ്മൾ ഈ മോഡൽസിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കും അപ്കമിങ് ക്ലാസ്സസ്. സോ ദർ വിൽ ബി മെനി ഇക്കണോമിക് മോഡൽസ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, അതിൻ്റെ ഇൻകം ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ റിസോഴ്സ് അലോക്കേഷൻ എങ്ങനെയാണ്, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ സംബന്ധിച്ച ഡിസിഷൻസ് എടുക്കാൻ ബിസിനസ്സിന് സഹായിക്കുന്ന വേരിയസ് ബിസിനസ് മോഡൽസ് ഉണ്ട്. സോ ഈ ബിസിനസ് മോഡൽസൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു
പ്രോഫിറ്റബിൾ ഒരു ഫോർ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസിനെ പ്രോഫിറ്റ് എയിമായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എയിമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് എന്ത് ഫേം. സോ അതിനെക്കുറിച്ചിട്ടുള്ള ദ തിയറി, ഇറ്റ് യൂസസ് ദ തിയറി ഓഫ് ദ ഫേം. It largely uses the body of economic concepts and principles towards solving business problems. So various decision making എങ്ങനെ ബിസിനസ് മോഡൽസ് അതല്ലെങ്കിൽ ഇക്കണോമിക് മോഡൽസ് ഓർഗനൈസേഷണൽ മോഡൽസ് ഒക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് മാനേജീരിയൽ എക്കണോമിക്സ് പഠിക്കുന്നു, അതല്ലെങ്കിൽ ഇറ്റ് യൂസസ്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്. പറയേണ്ട കാര്യമില്ല, ഒബ്വിയസ്ലി മാനേജീരിയൽ എക്കണോമിക്സ് ഇസ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്. എന്താണ് മെയിൻ എയിം ഈസ് ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് കറക്റ്റ് ഡിസിഷൻസ് ആൻഡ് പ്രിപ്പയറിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർ ദ ഫ്യൂച്ചർ. ദീസ് ആർ ഓൾ ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഒക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു മാനേജറിയൽ എക്കണോമിക്സ്. ദറ്റ് ഈസ് ദ മെയിൻ എയിം. ദെൻ മൾട്ടി ഡിസിപ്ലിനറി. ഇറ്റ് യൂസസ് ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫ്രം ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ്. ഇത് നമ്മളുടെ 5th ടോപ്പിക്ക് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് അതർ ബ്രാഞ്ചസ്. സോ അതാണ് ഈ പോയിൻറ്റ്. മറ്റ് പല ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്സും എന്ത് ചെയ്യുന്നു, മാനേജീരിയൽ എക്കണോമിക്സ് കടമെടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇറ്റ് യൂസസ് ഓഫ് അക്കൗണ്ടിങ്, ഫിനാൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഓപ്പറേഷൻസ്, റിസർച്ച്, സോ ആൻഡ് സോ. സോ ഇതിൻ്റെയൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും എന്തല്ല, ദേ ആർ നോട്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ്. അവർ പരസ്പരം എന്താണ് കോറിലേറ്റഡ് ആണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആർട്ട് ആൻഡ് സയൻസ്. മാനേജീരിയൽ എക്കണോമിക്സ് സ്റ്റഡീസ് ദ ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ എ ഫേം. ഇറ്റ് ഡീൽസ് വിത്ത് ദ സയൻസ് ഓഫ് മേക്കിംഗ് ചോയ്സസ്. മാനേജ്മെൻറ്റ് വി നോ അല്ലേ, മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ബോത്ത് ആൻ ആർട്ട് ആൻഡ് എ സയൻസ്. സോ മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് കൺസേൺ വിത്ത് മാനേജീരിയൽ ഡിസിഷൻസ്. ഒബ്വിയസ്ലി എന്താണ്, മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. സോ 9 പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ നേച്ചർ ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ്. വിചാരിക്കൂ, MP പ്രൈം മിനിസ്റ്റർ അനു. M മീൻസ് വാട്ട്? ഇറ്റ് ഈസ് മൈക്രോ ഇക്കണോമിക്സ് ഇൻ നേച്ചർ. P എന്താണ്? ദറ്റ് ഈസ് പ്രാഗ്മാറ്റിക്. പ്രാഗ്മാറ്റിക്. അതല്ലെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്, ഇതർ ഇറ്റ് ഈസ് പ്രാഗ്മാറ്റിക് അതല്ലെങ്കിൽ പ്രിസ്ക്രിപ്റ്റീവ്. എന്ത് വേണമെങ്കിൽ പറയാം. ഒരു സെക്കൻഡ്. MP, PM, Anu. M means it is microeconomics in nature. P means pragmatic. P means prescriptive. M endava multidisciplinary. It can be multidisciplinary. അതല്ലെങ്കിൽ management oriented. A എന്താണ്, art and science. N എന്താണ്, this is a normative science. U means it uses theory of form. It uses theory of form. സോ ഈ കോഡ് ഓർക്കണമെന്നില്ല, നിങ്ങൾക്ക് അല്ലാതെ ഓർമ്മിക്കാമെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ഗുഡ്. അതല്ലെങ്കിൽ ജസ്റ്റ് ഈ കോഡ് ഉപയോഗിക്കാം. സോ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ടോപ്പിക്സ് വി വിൽ കവർ ഇൻ ദി അപ്കമിങ് ക്ലാസ്സസ്. സോ സമയം കുറച്ചായതുകൊണ്ട് വി വിൽ കവർ ദി നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദി കമ്മിങ് ക്ലാസ്സസ്. താങ്ക് യു എവറി വൺ.